കാപ്പി കുടിക്കുന്നത് വന്ധ്യതയ്ക്ക് കാരണമാവുമോ? രാവിലെ ഒരു കപ്പ് കാപ്പി കടുപ്പത്തിൽ കുടിച്ചില്ലെങ്കിൽ പലർക്കും അന്നത്തെ ദിവസം പോക്കായിരിക്കും. ഒരു ഉന്മേഷമില്ലായ്മ. ഈ കാപ്പിയിൽ അടങ്ങിയിരിക്കുന്ന കഫീൻ നിങ്ങളുടെ ഫെർട്ടിലിറ്റി സാധ്യതകളെ സാരമായി ബാധിക്കുമോ? നിങ്ങളുടെ ഗർഭധാരണ സാധ്യതകളെ സാരമായി ബാധിക്കുമോ? ശാസ്ത്രീയമായി പറഞ്ഞാൽ കഫീൻ അല്ലെങ്കിൽ കാപ്പി പൂർണ്ണമായും ഒഴിവാക്കേണ്ട ഒന്നല്ല. പക്ഷേ അമിതമായി കാപ്പി കുടിക്കുന്നത്, ഒരു ദിവസം 3-4 കപ്പിനു മേലെ കാപ്പി കുടിക്കുന്നത് ശരീരത്തിലെ ഹോർമോണുകളെ ബാധിക്കുവാൻ സാധ്യതയുണ്ട്. കഫീൻ കൂടുതലായാൽ അത് രക്തസമ്മർദ്ദം കൂട്ടുവാൻ കാരണമാകുന്നു. അതുപോലെ തന്നെ പോഷകാഹാരങ്ങളുടെ ന്യൂട്രിയൻസിന്റെ ആഗിരണത്തെ തടസ്സപ്പെടുത്തുവാനും സാധ്യതയുണ്ട്. പല പഠനങ്ങളും കാണിക്കുന്നത് കഫീന്റെ അമിതമായ ഉപയോഗം അണ്ഡാശയത്തിന്റെ പ്രവർത്തനത്തെയും അണ്ഡങ്ങളുടെ ഗുണനിലവാരത്തെയും പരോക്ഷമായി ബാധിക്കാം എന്നുള്ളതാണ്. നിങ്ങൾ വന്ധ്യതാ ചികിത്സയിലാണെങ്കിൽ കാപ്പിയുടെ അളവ് രാവിലെ 1, വൈകിട്ട് 1. ഒരു ഗ്ലാസ് കാപ്പിയാണെങ്കിലും അത് ആസ്വദിച്ച് കുടിക്കാൻ ശ്രമിക്കുക. സമയമെടുത്ത് കുടിക്കുക. 2 കാപ്പി കുടിക്കുന്നതിൻ്റെ ഗുണം 1 കാപ്പിയിലൂടെ കിട്ടുന്ന രീതിയിൽ. ആരോഗ്യ വിദഗ്ധർ പറയുന്നത് ദിവസവും 200 മില്ലിഗ്രാമിൽ കൂടുതൽ കഫീൻ നല്ലതല്ല എന്നുള്ളതാണ്. അതായത് മുമ്പേ പറഞ്ഞ മാതിരി 1-2 കപ്പ് കാപ്പി മാത്രം. നിങ്ങളുടെ ഫെർട്ടിലിറ്റി സാധ്യതകൾ മെച്ചപ്പെടുത്തുവാനായി കാപ്പിക്ക് പകരം ഹെർബൽ ടീയോ ഗ്രീൻ ടീയോ നല്ല ബ്രാൻഡുകളുടെ ഉപയോഗിക്കുവാനായിട്ട് ശ്രമിക്കുക. കാപ്പി പൂർണ്ണമായും ഒഴിവാക്കുന്നതിലുപരി അത് മിതമായി ആസ്വദിച്ചു കഴിക്കുക എന്നതിലാണ് നമ്മുടെ വിജയം.